ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ നമ്മളെ കുറച്ച് കാര്യങ്ങളുണ്ട്, അടുക്കളയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും കാണുന്ന ഓരോ വ്യൂവേഴ്സിനും എൻ്റെ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ. നിങ്ങളെ സപ്പോർട്ട്, നിങ്ങളെ കമൻറ്റ്, നിങ്ങളെ ലൈക്കൊക്കെ പ്രിയപ്പെട്ടതാണ്, വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യണം. കണ്ടാൽ മാത്രമേ കാണാൻ വ്യൂസ് ചില വീഡിയോക്ക് കുറച്ച് വ്യൂസ് ഉണ്ട്, വ്യൂസ് അനുസരിച്ചുള്ള ലൈക്കോ കമൻറ്റോ ഒന്നുമില്ല. അപ്പോൾ ഒക്കെ നിങ്ങൾ അതൊക്കെ ഒന്ന് ഇതാക്കണം കേട്ടോ. ലൈക്ക് ചെയ്യാം, ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുമാതിരി എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങളൊരു സ്മൈലെങ്കിലും ഇട്ടുങ്ങാണ്ട് ഒക്കെ ഒന്ന് ഇതാക്കണേ. ആരെങ്കിലും സബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. പിന്നെ അപ്പോൾ ഇതാ ഞാൻ രാവിലെ തന്നെ അടുപ്പിലൊക്കെ തീ പിടിപ്പിച്ചിട്ടാണ്. കെറ്റലിന് ചെറിയൊരു കംപ്ലയിൻറ്റ്, കെറ്റലിനല്ല കെറ്റലിൻ്റെ പ്ലഗിനാട്ടോ. അപ്പം പിന്നെ അത് ഇതാവില്ല. അപ്പോൾ ഞാൻ വേഗം അടുപ്പിൽ ഇങ്ങനെ ആലോചിച്ചാണ് പെട്ടെന്ന് പിന്നെ അടുപ്പ് കത്തിക്കാന്നൊരു ഇതാക്കി. അങ്ങനെ അടുപ്പ് കത്തിക്കാൻ എനിക്ക് ഒരു മൂഡ് വന്നാൽ പിന്നെ ഫുൾ അടുപ്പിൽ തന്നെ ആവും കേട്ടോ. അല്ല ഞാൻ പിന്നെ അങ്ങനെ ഇതാവും. അങ്ങനെ ഞാൻ അടുപ്പിലൊക്കെ കത്തിച്ച് മക്കൾക്കുള്ള വെള്ളമൊക്കെ ചൂടാക്കി കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വെച്ച് എന്നതിൻ്റെ ശേഷം പിന്നെ അതാ ഞാൻ അരി ആട്ടാണ് കേട്ടോ മിക്സിയിൽ. പിന്നെ ഇതിന് ഓട്ടടാണ് കേട്ടോ, കുത്തപ്പം. അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓട്ടടയും ചിക്കൻ കറിയാണ്. അപ്പോൾ അതിനുള്ള അരി ആട്ടി പിന്നെ അതേമാതിരി വെള്ളം തിളപ്പിച്ച് ഒക്കെ ഒഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ മോൻക്ക് ആദ്യം വെള്ളം തിളപ്പിച്ച് കുടിക്കാനുള്ള വെള്ളം ഒഴിച്ച് പിന്നെ ഷാദി മോൻക്ക് കുളിക്കുക. ചിലപ്പോൾ മഴ പെയ്യുമ്പോഴൊക്കെ അവർക്ക് വെള്ളം ചൂടാക്കണം എന്ന് പറയലുണ്ട്. അപ്പോൾ ഓനക്കുള്ള വെള്ളം ഞാൻ ചൂടാക്കി. പിന്നെ അത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കുത്തപ്പം ചൂടാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഗ്യാസുമ്മൽ അങ്ങനെ ചുടാറില്ല. എനിക്ക് ഗ്യാസുമ്മൽ ചുട്ടാൽ ഈ അടുപ്പിൽ എന്താണല്ല ശരിയാവണില്ല. അങ്ങനെ ചുടറില്ല കേട്ടോ. അങ്ങനെ എന്തൊരു ബുദ്ധിമുട്ട് ഒരിക്കൽ ആക്കിയപ്പോൾ എനിക്ക് അതിനോട് ചടിച്ചു. പിന്നെ പക്ഷേ തീ കത്തിയാൽ നല്ല ഇതാണല്ലോ അടുപ്പിൽ തന്നെ ഞാൻ ഉണ്ടാക്കാറുള്ളത്. ഞാൻ പിന്നെ ഗൾഫിലൊക്കെ ആവുന്ന അവിടുന്ന് ഗ്യാസുമ്മൽ അടുപ്പിൽ ചുട്ടുന്നല്ലാതെ ഇവിടുന്നൊന്നും ഞാൻ അതിന് ചുട്ടിട്ടില്ല. അങ്ങനെ ചട്ടിയൊക്കെ അടുപ്പത്ത് ചെയ്ത് ആ ചട്ടിയൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ മാവ്. അപ്പോൾ ഞാനിങ്ങനെ മാവ് ഒഴിച്ചു കൊടുത്തൊരു എന്താ പറയുക, കുമിളകൾ വരുമല്ലോ, അത് വന്നിങ്ങനെ കുറച്ച് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ അടച്ചു വെക്കുക. എന്താ വെച്ചാൽ പൊള്ളട്ടിങ്ങാണ്ട് നട് ഒരു ഇതല്ലേ, കുട്ടികൾക്ക് വേവാത്തതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ മക്കൾക്കൊന്നും ഇഷ്ടമല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഈ പണി. അങ്ങനെ ചെയ്യുന്നതാണ്. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആ നടു ഇങ്ങനെ പൊള്ളട്ട് പൊന്തൂല, അങ്ങനെ ആ ഓട്ടോട്ടായിട്ട് ഇങ്ങനെ നിന്നോളും. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ഇങ്ങനെ പാർന്ന് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ പാർന്ന് എടുത്തൊക്കെ ആയി നോക്കിയപ്പോൾ പിന്നെ എടുക്കാൻ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ അടച്ച് വെച്ചതിൻ്റെ ശേഷം എടുത്ത അവസ്ഥത്ത് പെട്ടെന്ന് തന്നെ കിട്ടി. പിന്നെ അങ്ങനല്ല കേട്ടോ, തീയൊക്കെ ഇതായപ്പം പിന്നെ റെഡി ആയിട്ടോ. ഒരു 3-4 ചുട്ട് കഴിഞ്ഞാൽ ചട്ടി ഒന്ന് ഇതാവുമ്പോൾ പിന്നെ പെട്ടെന്ന് കിട്ടും. അങ്ങനെ രണ്ടാമത്തെ എടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടോ. പക്ഷേ ബുദ്ധിമുട്ടിനൊന്നുമില്ല. ഒന്നും കൂടെ വെച്ചതിൻ്റെ ശേഷം പിന്നെ രണ്ടാമ എടുത്ത് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് അങ്ങനെ മൂന്നാമത്തൊക്കെ പറഞ്ഞ് വെച്ച് പിന്നെ അതിൻ്റെ പണിയൊക്കെ ഏതാണ്ട് ഇങ്ങനെ ചുട്ടും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടുപ്പിൽ മോള് ഗ്യാസ് മേലെ ഇങ്ങനെ സോയാബീൻ ഞാനിങ്ങനെ തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ കായം തേച്ച് വെക്കാം കേട്ടോ ചെയ്യാം. മോക്ക് കൊണ്ടുപോകാൻ കാബേജ് ഉപ്പേരിയും സോയാബീനും